അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാർക്ക് ഷീറ്റ് എന്ന് പറയപ്പെടുന്ന ഒരു ആപ്പുണ്ട്. അടിപൊളി ആപ്പാണ് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലിടാം. അതായത് മാർക്ക് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ആ സാധനം. ഇത് മാർക്ക് ഷീറ്റ് എന്ന് പറയുന്ന സാധനം ഇതാണ്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അടിഭാഗത്തുള്ള സെറ്റിങ്സ് എന്ന് കാണുന്ന ഓപ്ഷനിലൊന്ന് പോയതിൻ്റെ ശേഷം ഏറ്റവും മുകളിൽ പ്രൊഫൈൽ എന്ന് കാണും, അതിലൊന്ന് പോവുക. അതിൽ പോയി കഴിഞ്ഞാൽ ഒരു പേനൻ്റെ ചിഹ്നം കാണാം ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട്. ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ഉള്ള കാര്യങ്ങൾ ഡിലീറ്റ് ആക്കിയിട്ട് അവിടെ കുറേ എഴുതി കൊടുത്തിട്ടുണ്ടാവും, അതൊക്കെ ഡിലീറ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, ഇംഗ്ലീഷ് മാത്രമേ ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, മലയാളം ഒരിക്കലും ടൈപ്പ് ചെയ്യരുത്. ഓൺലി ഇംഗ്ലീഷ്. നമ്മൾ ഒരു മദ്രസൻ്റെ ജസ്റ്റ് ഒരു പേര് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു മദ്രസ ഉണ്ടായിക്കൂടായി എന്നില്ല. ജാനാറുൽ ഇസ്ലാം 7085 അങ്ങനെ കൊടുത്ത് ബാക്ക് പോവുക. രണ്ടാമത്തോടത്ത് നമ്മൾ എന്ത് ചെയ്യുക, കോട്ടക്കലിന് അടിച്ചിക്കണ്, ഞാൻ മൊബൈൽ നമ്പർ അടിച്ചിക്കണ്. അവിടെ പോയിട്ട് ഇങ്ങോട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം നിങ്ങൾ ജസ്റ്റ് ഇവിടെ തന്നെ പോകണം. ഈ ആദ്യം അവിടെ ഒരു പെണ്ണിൻ്റെ അടയാളമാണല്ലോ ഉണ്ടായിരുന്നത്, അവിടെ തന്നെ പോയിട്ട് എന്ത് ചെയ്യുക, അടിച്ചാൽ അതവിടെ സേവായിട്ട് വന്ന്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഈ പ്രൊഫൈൽ പിക്ചർ ഇവിടെ കാണുന്ന പ്രൊഫൈൽ പിക്ചർ മാറ്റണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഗാലറി പോയിട്ട് നിങ്ങൾക്ക് ഏത് പിക്ചറാണ് വേണ്ടിച്ചെങ്കിൽ അത് കൊടുക്കുക. ഞാനിപ്പോൾ നമ്മളൊരു പിക്ചർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ പിക്ചർ കൊടുക്കൽ. പിന്നെ ഇതിൽ നമുക്ക് സബ്ജക്റ്റ് സെറ്റിങ്സ് എന്ന് കാണാം, രണ്ടാമത്തെ ഓപ്ഷൻ. ഇപ്പോൾ പ്രൊഫൈൽ ഓക്കെ ആയില്ലേ, സബ്ജക്റ്റ് സെറ്റിങ്സ് എന്ന് കാണാം. ഇപ്പോൾ ഒരു മദ്രസയിൽ നമുക്ക് കുട്ടികൾക്ക് എത്ര വിഷയം ഉണ്ട് വെച്ചെങ്കിൽ അത്രയും വിഷയങ്ങൾ ഇവിടെ ഓണാക്കിയിടുക. 2, 4, 6 വിഷയം ഉണ്ടെങ്കിൽ 6 വിഷയം ഇവിടെ ഓണാക്കിയിടുക. അതിനൊക്കെ വേണ്ട മാർക്കുകൾ എത്രയിലെ മാർക്ക് വെച്ചെങ്കിൽ അതിടുക. ഞാനവിടെ 100 എന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ നമ്മൾ സബ്ജക്റ്റിൻ്റെ പേര് എഴുതി കൊടുക്കുക. ഇംഗ്ലീഷിൽ മാത്രം കേട്ടോ, വേറൊരു ഭാഷയിൽ എഴുതിയല്ലേ, ഒക്കെ ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് എഴുതി കൊടുത്താൽ മതി. ഫിഖ് എന്ന് എഴുതിക്കണു. ഇവിടെ അതേമാതിരി താരീഖ് എന്ന് എഴുതിക്കണം. ഇവിടെ അതേപോലെ തജ്വീദ് എന്ന് എഴുതിക്കണം. ഇനി എഴുത്തിൽ തെറ്റുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നാലെ കൂടുതലൊന്നും വേണ്ട, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എഴുതാണ്. അവിടെ എന്തും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അഖ്ലാഖ് നോക്കട്ടെ, അഖ്ലാഖ് എഴുതിക്കണം. ഇപ്പോൾ ഒരു വിഷയം കൂടി എഴുതണമല്ലോ, ഏറ്റവും മുകളിൽ എഴുതണ്ടായിരുന്നു. അത് സാറില്ല, എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഖുർആനല്ല, ലിസാൻ ആയിക്കോട്ടെ. ലിസാനുൽ ഖുർആൻ, ലിസാനുൽ ഖുർആൻ. ഇവിടെ ഒരു വിഷയം കൂടി എഴുതണം. അത് മുകളിൽ എഴുതണം കേട്ടോ. നിങ്ങൾ ഖുർആൻ എഴുതുമ്പോൾ ഏറ്റവും മുകളിൽ എഴുതണം. ഖുർആൻ ആൻഡ് ഖുർആൻ ഹിഫ്ള്. ഹിഫ്ള് എന്ന് എഴുതുമ്പോൾ ഹിഫുദ് എന്നാണ് വരിക. സേവ് സെറ്റിങ്സ് എന്നടിച്ചു കൊടുക്കുക. അടിയിൽ കാണുന്ന സേവ് സെറ്റിങ്സ് എന്നുള്ളിടത്ത് പോയിട്ട് അടിച്ചു കൊടുക്കുക. ഇനി ഇത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ളതാണ്, മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ളതാണ്. പിന്നെ സെറ്റ് എക്സാമിനേഷൻ ടൈറ്റിൽ എന്ന് കാണാം ഇവിടെ. അപ്പോൾ എക്സാമിനേഷൻ ടൈറ്റിൽ എന്നുള്ളിടത്ത് ഹാഫ് ഇയർലി എന്ന് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ എഴുതിയത് ചിലപ്പോൾ തെറ്റുണ്ടാവും കേട്ടോ, എനിക്ക് ഇംഗ്ലീഷുകൾ അത്ര തിരിയില്ല. ഹാഫ് ഇയർലി എന്ന് കൊടുത്തേക്കണ്, സേവ് അടിച്ച്. ഇനി അതിൻ്റെ അടിയിൽ ആഡ് സിഗ്നേച്ചർ എന്ന് കാണാം. അപ്പോൾ ഇവിടെ ഒരു ബട്ടൺ ഉണ്ടാവും. ഇവിടെ ആ ബട്ടൺ ഒന്ന് ഓണാക്കിയിടുക. എന്നിട്ട് ജസ്റ്റ് നമ്മളിതിൽ പോയാൽ നമ്മൾ ഗാലറി പോയിട്ട് എന്ത് ചെയ്യാം, ഒരു ഫോട്ടോ നമ്മളെ ഒപ്പ് പേപ്പറിൽ എഴുതിയിട്ട് എന്ത് ചെയ്യുക, അത് ഫോട്ടോ എടുക്കുക. അപ്പോൾ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് നേരെ നമ്മളെ വാട്സപ്പ് എടുക്കുക.
വാട്സപ്പ് എടുത്തിട്ട് ഏതെങ്കിലും ഒരു ഇതിലെടുത്തിട്ട് ജസ്റ്റ് എഴുതുന്ന ആ ഭാഗം ഉണ്ടല്ലോ, മലയാളം എഴുതുന്ന ഭാഗം ഇവിടെ ഇത് ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കുന്ന ഭാഗം റെഡിയായി പിടിച്ച് നിൽക്കണം കേട്ടോ. റെഡിയായിട്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കണം. എന്നിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ മെല്ലെ എന്ത് ചെയ്യുക, ഒപ്പിടുക. ഒറ്റ സ്ക്രീൻഷോട്ട് റെഡിയായി. എന്നാൽ ചെറുതാക്കി കൊടുക്കുക. ഇനി ഇതവിടെ എന്ത് ചെയ്താൽ മതി, നമ്മൾ കൊണ്ടുപോയിട്ട് അവിടെ ആണ് കൊടുക്കുക. ഇവിടെ നമുക്ക് കൊടുക്കുക. അതാ ഹാർഡ് സിഗ്നേച്ചർ എന്നുള്ളിടത്ത് പോയാൽ ഇപ്പോൾ ഗാലറി പോയിട്ട് എൻ്റെ ഫോട്ടോ അപ്പോൾ അതാ ഞാൻ എടുത്ത് വെച്ച സിഗ്നേച്ചർ ഇതാ ഇവിടെ വന്നേക്കണ്. അപ്പോൾ അതെന്തായി, അവിടെ ആ സിഗ്നേച്ചർ അവിടെ വന്ന്. അങ്ങനെ വന്നാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യുക, നീക്കി കൊടുക്കുകയൊക്കെ ചെയ്യുക. ഞാൻ ടിക്കറ്റപ്പോൾ ആ സിഗ്നേച്ചർ അവിടെ വന്ന് ഓക്കെ അടിക്കുക. ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ ഇനിയാണ് നമുക്ക് ഓക്കെ അടിച്ച് കഴിഞ്ഞില്ലേ. അപ്പോൾ നിങ്ങൾ ഇനി ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ എൻ്റർ നെയിം, കുട്ടിൻ്റെ പേരാണ് ചോദിക്കുന്നത്. ഞാൻ കുഞ്ഞാപ്പൂ എന്ന് എഴുതുന്നുണ്ട്. ഫാദറിൻ്റെ പേര് മൊയ്തൂപ്പൂ എന്ന് എഴുതുന്നുണ്ട്. ക്ലാസ് 4, റോൾ നമ്പർ 255, ഫക്കീന് കുട്ടിക്ക് 52 മാർക്ക്, താരീഖിന് 55 മാർക്ക്, തജ്വീദിന് 50, 58, സാൻകുറാൻ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നേരെ ഈ ബാക്ക് ബട്ടൺ നിൽക്കുക. ഇവിടെ നേരെ ഇവിടെ ജനറേറ്റ് പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് കാണാം. ഈ കാണുന്ന സാധനം ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. അയ്യോ പൊളിച്ച് കണ്ടില്ല നിങ്ങൾ. നമ്മളെ മദ്രസൻ്റെ പേരും നമ്മളെ ആ പിന്നെ എംബ്ലോ അതൊക്കെ തന്നെ സെൻറ്ററിൽ വന്ന് നമ്മളെ ഒപ്പ് അവിടെ വന്ന് കുട്ടിക്ക് A+ ആണോ ടോപ്പ് ആണോ എല്ലാം വന്ന് അടിപൊളി എന്ന് പറഞ്ഞാൽ പെരുജാതി പൊളി. ഇനി നമുക്കിത് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ നേരെ ഈ ബട്ടൺ അതിലൊന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് എടുക്കുക. ആർക്കാ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത് വെച്ചാൽ ഓൽക്കാൻ ഷെയർ ചെയ്ത് കൊടുക്കുക. പരിപാടി കഴിഞ്ഞ്. അങ്ങനെയുണ്ട്. ഇത് ടോപ്പാണ് കേട്ടോ. നല്ല നമുക്ക് മദ്രസക്കൊക്കെ ഈ കാക്കൊല്ല പരീക്ഷയ്ക്ക് അരക്കൊല്ല പരീക്ഷയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്ത് ഉണ്ടാക്കി കൊടുത്തോളുണ്ടോ. നിങ്ങൾക്ക് അവിടെ പിന്നെ അവിടുന്ന് പിന്നെ നിങ്ങളെ പറഞ്ഞേക്കൂല ഇൻഷാ അല്ലാഹ്. പക്ഷേ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ പിസ്കത്തരം കാണിക്കുക. അതെനിക്ക് നിങ്ങളോട് പിന്നെ ഒരു ഇഷ്ടമില്ലായ്മ. കാരണം നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണില്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണില്ല. അത് നിങ്ങളെ ഭാഗത്ത് ഭയങ്കര ഫാൾട്ടാണ്. എന്താ നിങ്ങളിത് ചെയ്യാത്തത്? ഏതാച്ചാലും ഇൻഷാ അല്ലാഹ് അത് കാണുകയാണെങ്കിൽ എല്ലാവരും ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.